അപ്പോ ഓണസദ്യ ഒരുക്കുന്ന തിരക്കിലാണ് ഞങ്ങള്. ഇവിടെ ഏട്ടന്റെ വീട് തറവാടായതുകൊണ്ട് തന്നെ എല്ലാരും കൂടിയാണ് കേട്ടോ ഇവിടെ ഓണം ആഘോഷിക്കാറ്. തലേ ദിവസം കുക്കിങ്ങിനുള്ള എല്ലാം ഒരുക്കി വെച്ച് ഇന്ന് പുലർച്ചെ എണീറ്റിട്ടാണ് കേട്ടോ ഫുള്ള് സദ്യ പരിപാടി തീർത്തത്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ നാട്ടിലെ കമ്മിറ്റിക്കാരുടെ വകയുള്ള പാലടയും പരിപ്പ് പായസം ഒക്കെ ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടില് സാധാരണ പായസം ഒന്നും വെക്കാറില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനിരുന്നേ. എനിക്കാണ് കറക്റ്റ് ഓണത്തിന്റെ അന്ന് പനിയും കിട്ടിയിട്ടാ. സോ അതുകൊണ്ടാണ് എന്നെ ഒരു ഡള്ള് ലുക്കിൽ നിങ്ങൾ കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ രമേശ് അപ്പം പറഞ്ഞത് ഒന്ന് വിട്ട പനിയൊക്കെ പമ്പ കടക്കുന്നു. കേട്ട പാതി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതൊക്കെ എങ്ങനെയാണ് ആവട്ടെ അവരിതൊക്കെ കുടിക്കണത്. പിന്നെ നമ്മുടെ കൂടെ ഓണാഘോഷിക്കാൻ ഇപ്രാവശ്യം മിക്കി കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് മാത്രല്ല സദ്യ ഉള്ളത്, സിംബയ്ക്കും മിക്കിക്കും നമ്മൾ സദ്യ കൊടുത്തായിരുന്നു കേട്ടാ. അതില് സിംബ നല്ല കുട്ടിയാട്ടോ, അവള് ഇല മൊത്തം കാലിയാക്കിയേ. മറ്റവളാണേല് കുറച്ച് VIP ആണ്, അവൾക്ക് വേണ്ടത് മാത്രം എടുത്ത് അവൾ അങ്ങോട്ട് പോയി. പിന്നെയാണ് നമ്മുടെ ഓണത്തിന്റെ മെയിൻ കലാപരിപാടികൾ ആരംഭിച്ചതേ. ആണുങ്ങൾ മാത്രം അടിച്ചാ പോരല്ലോ എന്ന് പറഞ്ഞ് അമ്മയും മേമ്മമാരും എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും എല്ലാരും കൂടിയിട്ട് പാടത്തേക്ക് ഒരു ഫോട്ടോഷൂട്ടിനായിട്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഓണം ഫോട്ടോഷൂട്ടും കുറച്ച് റീൽസിലുള്ള ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. എന്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇനി പോണത്. അപ്പൊ ഇനി എന്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.